ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡ് പരീക്ഷയുടെ മലയാളവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. ശൈലികളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ശൈലികൾ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾ തയ്യാറാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ശൈലികളുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് കടന്നാലോ. ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഇത് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ മുൻപ് ചോദിച്ച ഒരു ചോദ്യമാണ്. ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് പുളിങ്കൊമ്പ് പിടിക്കുക എന്ന്. പുളിങ്കൊമ്പ് പിടിക്കുക. ആഘാതമേറ്റ് ഏറെ വിഷമിച്ചു എന്ന അർത്ഥത്തിൽ മലയാളത്തിലുള്ള ശൈലിക്ക് ഉദാഹരണം അത് നക്ഷത്രം എണ്ണുക എന്നാണ്. ആഘാതമേറ്റ് ഏറെ വിഷമിച്ചു എന്ന അർത്ഥത്തിൽ വരുന്ന ശൈലിയാണ് നക്ഷത്രം എണ്ണുക. ചതിയിൽപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഉണ്ട ചോറിൽ കല്ലിടുക. ചതിയിൽപ്പെടുത്തുക എന്ന് വരുന്ന ശൈലിയാണ് ഉണ്ട ചോറിൽ കല്ലിടുക എന്നത്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ശൈലികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഇടം പിടിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ശൈലികളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓശാന പാടുക എന്ന് പറഞ്ഞാൽ സ്തുതി പാടുക എന്നാണ് അർത്ഥം. ഓശാന പാടുക, സ്തുതി പാടുക. അരവൈദ്യർ ആളെ കൊല്ലി എന്നാൽ അല്പജ്ഞാനം ആപത്ത്. അരവൈദ്യർ ആളെ കൊല്ലി, അല്പജ്ഞാനം ആപത്ത്. ദീപാവലി കുളിക്കുക, ധൂർത്ത് കാണിക്കുക. അപ്പൊ ദീപാവലി കുളിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ധൂർത്ത് കാണിക്കുക എന്നത്. കോയിത്തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ് എന്നാണ്. ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവിനെയാണ് കോയിത്തമ്പുരാൻ എന്ന് പറയുന്നത്. അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന് പറഞ്ഞാൽ അംഗവും കാണാം താളിയും ഒടിക്കാം. പ്രധാന കാര്യവും അപ്രധാന കാര്യവും ഒന്നിച്ചു നടക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യവും അപ്രധാനപ്പെട്ട ഒരു കാര്യവും ഒന്നിച്ചു നടക്കുന്നതാണ് അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന് പറയുന്നത്. അടിക്കലം വലിക്കുക എന്ന് വെച്ചാൽ ദോഷം വരുത്തുക എന്നാണ്. അടിക്കലം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ദോഷം വരുത്തുക. ആകാശകുസുമം എന്ന ശൈലിയുടെ അർത്ഥം നടക്കാത്ത കാര്യം എന്നാണ്. ആകാശകുസുമം അത് നടക്കാത്ത കാര്യമാണ്. മറ്റൊന്ന് അലകാലിന് അണ കെട്ടുക എന്ന് വെച്ചാൽ അസാധ്യമായ കാര്യം. അലകാലിന് അണ കെട്ടുക എന്നതും അസാധ്യമായ കാര്യത്തെയാണ് പറയുന്നത്. അവതാ പറയുക, സങ്കടം പറയുക. അവതാ പറഞ്ഞു, സങ്കടം പറഞ്ഞു. അപ്പൊ അവതാ പറയുക എന്ന ശൈലി സങ്കടം പറയുക എന്നാണ് അതിന്റെ അർത്ഥം. അമരം പിടിക്കുക, ശരിയായ വഴി കാണിക്കുക. അമരം എന്ന് വെച്ചാൽ വളയം, നമ്മളെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ പറയും. അപ്പൊ അമരം പിടിക്കുക, ശരിയായ വഴി കാണിക്കുക എന്നാണ്. അകപ്പാട് പറ്റുക, ആപത്തുണ്ടാവുക. അകപ്പാട് പറ്റുക എന്ന് വെച്ചാൽ ആപത്തുണ്ടാവുക എന്നാണ് അർത്ഥം. അപ്പൊ അത് ശൈലികൾ പ്രത്യേകം പഠിക്കണം, അത് ഓർത്തു വെക്കണം. അക്കരപ്പച്ച, അകലെയുള്ളതിനെ പറ്റി ഭ്രമിക്കുക. അക്കരപ്പച്ച എന്ന് വെച്ചാൽ അകലെയുള്ളതിനെ പറ്റി ഭ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ ആശിക്കുക എന്നൊക്കെ അർത്ഥം വരും. അങ്കലി പരിമിതം, വിരലിൽ എണ്ണാവുന്നത്. അങ്കലി പരിമിതം എന്ന് വെച്ചാൽ വിരലിൽ എണ്ണാവുന്നതിനാണ് അങ്കലി പരിമിതം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അജഗജാന്തരം, വളരെ വ്യത്യാസം. അജഗജാന്തരം എന്ന് വെച്ചാൽ വളരെ വ്യത്യാസം എന്നാണ് അർത്ഥം. വളരെ വ്യത്യാസം. ഇതം പ്രഥമം, ആദ്യമായി. ഇതം പ്രഥമം, ആദ്യമായി. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതം പ്രഥമവും അജഗജാന്തരവും. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതം പ്രഥമം വെച്ചാൽ ആദ്യമായി, അജഗജാന്തരം വളരെ വ്യത്യാസം എന്നാണ്. ഏട്ടിലെ പശു പ്രയോജനമില്ലാത്തതാണ്. ഏട്ടിലെ പശു എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രയോജനമില്ലാത്തത് എന്നാണ്. കാട് കാട്ടുക, ചാബല്യം കാണിക്കുക. കാട് കാട്ടുക, ചാബല്യം കാട്ടുക. ഇല്ലത്തെ പൂച്ച എന്ന് വെച്ചാൽ എല്ലായിടത്തും പ്രവേശനമുള്ള ആൾ എന്നാണ് അർത്ഥം. ഇല്ലത്തെ പൂച്ച എന്ന ശൈലിയുടെ അർത്ഥം എല്ലായിടത്തും പ്രവേശനമുള്ള ആൾ. ആ പൂച്ച ഓടിച്ചാടി നടക്കും, അതുകൊണ്ടാണ്. ആലത്തൂർ കാക്ക, ആശയാൽ കാലം കഴിക്കുന്നവൻ. ആശ കൊണ്ട് കാലം കഴിക്കുന്നയാളെയാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നത്. ആലത്തൂർ കാക്ക, ആശയാൽ കാലം കഴിക്കുന്നവൻ. ഊറ്റം പറയുക, സ്വയം പ്രശംസിക്കുക. SP എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്വയം പ്രശംസിക്കുക. അതാണ് ഊറ്റം പറയുക എന്ന ശൈലി. ഊറ്റം പറഞ്ഞു, അവൻ സ്വയം പ്രശംസിച്ചു എന്നാണ് അർത്ഥം. ഊഴിയം നടത്തുക, ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നതിനാണ് ഊഴിയം നടത്തുക എന്ന് പറയുക. ഊഴിയം നടത്തുക എന്ന ശൈലി ഒരു ലക്ഷ്യവുമില്ലാതെ പ്രവർത്തിക്കുന്നയാൾ. നമ്മൾ ഊഴിയം നടത്തുന്ന ഒരാളായി മാറരുത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പൊ ഊഴിയം നടത്തുക എന്ന് വെച്ചാൽ ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുക. കണ്ഠക്ഷോഭം, അനാവശ്യമായ സംസാരത്തെയാണ് കണ്ഠക്ഷോഭം എന്ന് പറയുന്നത്. അനാവശ്യമായ സംസാരം കണ്ഠക്ഷോഭം. കാർക്കോടക നയം എന്ന ശൈലി സഹായിച്ചവനെ ഉപദ്രവിക്കൽ എന്നാണ് അർത്ഥം. കാർക്കോടക നയം, സഹായിച്ചവനെ ഉപദ്രവിക്കൽ. ചെട്ടിമിടുക്ക്, കാര്യം നേടിയെടുക്കാനുള്ള കഴിവിനെയാണ് ചെട്ടിമിടുക്ക് എന്ന് പറയുക. അപ്പൊ ചെട്ടിമിടുക്ക് എന്ന ശൈലി കാര്യം നേടിയെടുക്കാനുള്ള കഴിവാണ്. അസുരവിത്ത്, ദുഷ്ടസന്തതി എന്നാണ് അസുരവിത്തിന്റെ അർത്ഥം. അസുരവിത്ത് എന്ന ശൈലി ദുഷ്ടസന്തതി എന്നാണ് അർത്ഥം വരുന്നത്. ചിറ്റമ്മ നയം എന്ന ശൈലി പക്ഷപാതപരമായ പെരുമാറ്റം എന്നാണ് അർത്ഥം. ചിറ്റമ്മ നയം എന്ന് വെച്ചാൽ പക്ഷപാതപരമായ പെരുമാറ്റം.
അടുത്തത് ഊടും പാവും ഒന്നുപോലെ ഇഴകിച്ചേരലിനെയാണ് ഊടും പാവും എന്ന് പറയുന്നത്. ഇപ്പൊ ഊടും പാവും എന്ന ശൈലി ഒന്നുപോലെ ഇഴകിച്ചേരൽ. ചിരട്ടയെടുപ്പിക്കുക എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിലാക്കുക. ചിരട്ടയെടുപ്പിക്കുക, അവനെ കൊണ്ട് ചിരട്ടയെടുപ്പിച്ചു എന്ന് വെച്ചാൽ അവനെ ദാരിദ്ര്യത്തിലാക്കി എന്നാണ് അർത്ഥം. അപ്പൊ ചിരട്ടയെടുപ്പിക്കുക ശൈലി ദാരിദ്ര്യത്തിലാക്കുക എന്നാണ്. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക, ഇത് ഒരു വസ്തു ധാരാളം ഉള്ളിടത്ത് അത് വിൽക്കാൻ കൊണ്ടുപോവുക എന്നാണ് അർത്ഥം. കൊല്ലക്കുടിയിൽ കൊണ്ടുപോയി സൂചി വിൽക്കുക അല്ലെങ്കിൽ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന ശൈലി ഒരു വസ്തു ധാരാളം ഉണ്ട് അത് വിൽക്കാൻ കൊണ്ടുപോകുക. അതായത് ഒരു വസ്തു ഉള്ള ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും അത് വിൽക്കാൻ കൊണ്ടുപോവുക. അതാണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ധനാശി പാടുക എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക. ഇപ്പൊ കഥകളി നടക്കുന്നു, ധനാശി പാടി അവസാനിപ്പിക്കുക. ഇപ്പൊ ധനാശിയാണ് പാടുക എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. ധനാശി പാടുക, അവസാനിപ്പിക്കുക. പടുതിരി കത്തൽ എന്ന് വെച്ചാൽ അവസാന വെളിച്ചമാണ് പടുതിരി കത്തൽ. പടുതിരി കത്തൽ അവസാന വെളിച്ചം. ബ്രഹ്മാണ്ഡ കാര്യം എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യം എന്നാണ് അർത്ഥം. ബ്രഹ്മാണ്ഡ കാര്യം, ആ ഒരു ശൈലിയുടെ അർത്ഥം ഗൗരവമുള്ള കാര്യം. സുഗ്രീവാജ്ഞ, ലംഘിക്കാനാവാത്ത ആജ്ഞയാണ് സുഗ്രീവാജ്ഞ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സുഗ്രീവാജ്ഞ എന്ന് പറയുന്ന ശൈലി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. സുഗ്രീവാജ്ഞ ലംഘിക്കാനാവാത്ത ആജ്ഞയാണ്. ഭീഷ്മ പ്രതിജ്ഞ കഠിന ശപഥമാണ്. ഭീഷ്മ പ്രതിജ്ഞ പല PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്, നമ്മുടെ പരീക്ഷയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഭീഷ്മ പ്രതിജ്ഞ എന്ന് വെച്ചാൽ കഠിന ശപഥം എന്നാണ് അർത്ഥം. വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷമാണ്. വ്യാഴവട്ടം എന്ന ശൈലി 12 വർഷം എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് അപരാധം പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം. ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലി അറിഞ്ഞുകൊണ്ട് അപരാധം പ്രവർത്തിക്കുക. കടലിൽ കായം കലക്കുക, അധികം വേണ്ടിടത്ത് അല്പം നൽകുക. കടലിൽ കൊണ്ടുപോയി ഒരു പാക്ക് കായം കലക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അധികം വേണ്ടിടത്ത് അല്പം നൽകിയിട്ട് കാര്യമില്ല. അതാണ് കടലിൽ കായം കലക്കുക എന്ന അർത്ഥം കൊണ്ട് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. അടുത്തത് കൂപമണ്ഡൂകമാണ്. ബാഹ്യലോകത്തെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവനാണ് കൂപമണ്ഡൂകം എന്ന് പറയുന്നത്. ബാഹ്യലോകത്തെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, അതാണ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം. കൈ വട്ടകൈക്കുള്ളിലാക്കുക എന്ന് വെച്ചാൽ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാവുക. കൈ വട്ടകൈക്കുള്ളിലാവുക, നമ്മുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. അടുത്തത് കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് വെച്ചാൽ കാലം തെറ്റി പ്രവർത്തിക്കുക. കതിരിന്മേൽ വളം വയ്ക്കുക, കാലം തെറ്റി പ്രവർത്തിക്കുക. വെള്ളരിക്കാപട്ടണം നീതിയും നെറുവുമില്ലാത്ത സ്ഥലമാണ് വെള്ളരിക്കാപട്ടണം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. നീതിയും നെറുവുമില്ലാത്ത സ്ഥലം വെള്ളരിക്കാപട്ടണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ശൈലികളുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച കുറെ ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഇനി നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ശൈലികൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങളെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്